ഗുരുനാഥൻ തുണ ചെയ്യ സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു നമിക്കണം. ഈ വിശ്വപ്രപഞ്ചം മുഴുവൻ ആദി കേശവനായ ശ്രീനാരായണ ഭഗവാന്റെ രൂപ പ്രതിഭകളാണ്. അപ്പോൾ അത് മനസ്സിലാക്കി തരുന്നത് ഗുരുനാഥനിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എങ്ങനെയെന്ന് കേട്ടാൽ, ഒരു തവണ മലയാറ്റൂരിൽ ആലാട്ടുകറ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ആണെങ്കിൽ ആറ്റിൻ്റെ തീരമാണ്, മണൽ തീരമാണ്. പെരിയാറിൻ്റെ മണൽ തീരം അവിടെ കിട്ടുന്ന പോലെ സൗന്ദര്യം വേറൊരിടം കിട്ടില്ല. അപ്പോൾ അവിടെ ജനങ്ങൾ ഒരുപാട് വരും. കാരണം സൂര്യാസ്തമനം കാണാനും പിന്നെ ഈ വൈകുന്നേരത്തെ സമയം പോകാനും ഈ കായലിൻ്റെ ആറ്റിൻ്റെ ആ ഒരു സാമീപ്യത്തിന് വേണ്ടി ആളുകൾ അവിടെ വരും. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ആനക്കൂട്ടിലുണ്ട്. കാട്ടാനകളെ പിടിച്ച് കൊണ്ടുവന്ന് മെഴുക്കി എടുക്കുന്ന, ആനയെ ശരിയാക്കി എടുക്കുന്ന ഈ താപ്പാനകളും കുട്ടിയാനകളും ഒരുപാട് ആനക്കൂട്ടത്തെ കാണാനാണ് കൂടുതൽ ജനങ്ങൾ വരുന്നത്. അപ്പോൾ അതിനടുത്തായിട്ട് ആ മണലിൽ രണ്ട് കാലുകളും മുന്നോട്ട് നീട്ടി വെച്ചിട്ട് രണ്ട് കൈകളെ പിറക്കോട്ട് ഊന്നി ഇങ്ങനെ ചാരുകസേരയിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു സായങ്കാലം വൈകുന്നേരത്ത് ചട്ടമ്പിസ്വാമികൾ ആ മണൽ തീരത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കാണ് ആ ആളുകളിങ്ങനെ വന്നു തുടങ്ങിയപ്പോൾ വന്ന കൂട്ടത്തിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ സ്വാമികളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് അദ്ദേഹം അവരോട് പല വിനോദങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരെ മാതാപിതാക്കന്മാരും വന്നു അടുത്തുകൂടി. അങ്ങനെ അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്നപ്പോൾ സ്വാമികൾ ചെറിയ ചെറിയ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഒരു അതിശയം എന്ന് പറയുന്നത്, മുകളിൽ കൂടെ പറന്ന് തിരിച്ചു പോയിക്കൊണ്ടിരുന്ന പക്ഷികൾ പോലും താഴത്ത് വന്നിട്ട് സ്വാമികൾക്ക് ചുറ്റിനുമായിട്ടും നൃത്തം ചെയ്യാനും ചില തത്തകളൊക്കെ സ്വാമിയുടെ മടിയിലും തോളിലൊക്കെ വന്നിരിക്കാനൊക്കെ തുടങ്ങി. ഇത് കണ്ട് ജനങ്ങൾ അതിശയിച്ചു, ഇദ്ദേഹം ആരാ, എന്താണെന്ന്. അങ്ങനെ അവിടെ കൂടിയ ജനാവലി കൂടി, ജനക്കൂട്ടം കൂടിയപ്പോഴത്തേക്ക് ഒരു നിലവിളി കേട്ടു. എന്താ ഇത് നിലവിളി? എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ ആറ്റിൽ ഈ ആനയെ കൊണ്ട് കുളിപ്പിക്കുകയായിരുന്നു. അതിലൊരാന പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് നേരെ വെള്ളത്തിൽ നിന്ന് വന്ന് മണൽ വാരി എറിഞ്ഞിട്ട് ജലം എടുത്തിട്ട് ചിഹ്നം വിളിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിലേക്ക് ഓടി വന്നു. ആളുകളെല്ലാം കൂടെ നിലവിളിച്ചുകൊണ്ട് ഓടി. പെട്ടെന്ന് ചട്ടമ്പിസ്വാമികൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വലത്തെ കൈ നേരെ ആനയുടെ നേരെ അങ്ങ് ചൂണ്ടി. അത്ര തന്നെ ആന അതേ നിലയിൽ അങ്ങ് നിന്നു. ആളുകൾക്കൊക്കെ എന്താണ് ഇതിന് നടന്നത്, എന്താണ് സംഭവം, എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അവരോടി ചട്ടമ്പിസ്വാമിയുടെ മുന്നിലേക്ക് വന്നു. ഭഗവാനെ അവിടെ നിന്ന് രക്ഷിച്ചു, എന്താണ്? ആന അനങ്ങാണ്ട് നിൽക്കുകയാണ്, ഇദ്ദേഹം ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് പാപ്പന്മാർക്കും അതിശയം, ഇതെങ്ങനെ ആന നിന്നത്, എങ്ങനെ ആന അനങ്ങുന്നില്ല, ആന ഒരേ കണക്ക് നിൽക്കുക. അപ്പോഴത്തേക്ക് എല്ലാവരും കൈ കാണിച്ച് തൻ്റെ അടുത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ചട്ടമ്പിസ്വാമികൾ പതുക്കെ ചെന്ന് ആനയുടെ അടുത്ത് ചെന്നിട്ട് മറുതട്ടെന്ന് പറയും. അതിങ്ങനെ തട്ടിയതും ആന കാലൊക്കെ നേരെ വച്ച് ചെന്നിട്ട് തലയാട്ടിയിട്ട് അത് പിന്നിലേക്ക് നടന്നിട്ട് തിരിഞ്ഞ് ആറ്റിൽ ചെന്ന് തുമ്പിക്കൈയിൽ കുറേ എടുത്തു കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് തുമ്പിക്കൈയിലെ ജലം കൊണ്ട് ചട്ടമ്പിസ്വാമികൾക്ക് പാദാഭിഷേകം നടത്തി. നോക്കണേ, ആനയ്ക്കുള്ളൊരു പുണ്യം. അവിടെ കൂടി ജനങ്ങൾക്ക് അത് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ പാദം അഭിഷേകം ചെയ്തിട്ട് ആന തൻ്റെ മുമ്പത്തെ രണ്ട് കാലുകൾ മുമ്പോട്ടും പിറക്കത്തെ കാലുകളും പെണ്ണിലേക്ക് നീക്കി അവിടെ അങ്ങ് ഇരുന്ന് ഇദ്ദേഹത്തെ നമിച്ച സമയത്ത് പതുക്കെ അടുത്ത് ചെന്നിട്ട് അതിനെ തലോടിയിട്ട് ആനക്കാരന്മാരടുത്ത് പറഞ്ഞു, കൈ കാണിച്ചു എന്തെങ്കിലും അതിന് കഴിക്കാൻ കൊണ്ടുവരാൻ. അവർ ഓടിച്ചെന്ന് 2 കൊല പഴം കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ തന്നെ പറഞ്ഞു, ഓരോ കൊലയിൽ ഓരോ പടല എടുത്തു തരാൻ. പടല കൊടുത്ത് ആന വാ തുറന്നിരിക്കുക. അതിൻ്റെ കണ്ണുകളങ്ങനെ നിറഞ്ഞൊഴുകുന്നു. ഭഗവാൻ 2 പടലയും ആനയ്ക്ക് കൊടുത്തിട്ട് ആന നല്ലോണം തലോടി കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം തീറ്റു. ഇതെന്താ ഭഗവാൻ ആരാണ് ഇവിടെ നിന്ന് ഏതെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അതിലിരുന്ന പഴം അവിടെ നിന്ന് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. എല്ലാവർക്കും പഴം കൊടുത്തു കഴിഞ്ഞിട്ട് സ്വാമികൾ പതുക്കെ ആറ്റിലേക്ക് നടന്നു. ആളുകൾക്ക് എവിടെ പോകുന്നു, ചിലർ തൊഴുന്നു, ചിലർ നമസ്കരിക്കുന്നു, ചിലർ ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്നു. ആർക്കും ഏതാണെന്ന് അറിഞ്ഞില്ല. അപ്പോഴാണ് ഈ പെരിയാറ്റിൽ വേറൊരു രസമുണ്ട്. ഇങ്ങനെ ചങ്ങാടം വരുന്ന പോലെ കാട്ടിൽ നിന്ന് മുളം കെട്ടി മുളകളിങ്ങനെ കെട്ടുകെട്ടായിട്ട് വരും.
അത് അവിടെ നിന്ന് വെട്ടിവിടുന്നതാണ്. പിന്നെ അവർക്കറിയാം അവിടെ എത്തുമ്പോൾ അവരവർ എടുത്തോളും, ആളുകൾ പിടിച്ചെടുക്കും. ഇതിപ്പോൾ സ്വാമി നേരെ ആറ്റിലേക്ക് ഇറങ്ങിയിട്ട് ചെന്നൊരു ആ മുളം കെട്ടിൽ കയറി കാലിൽ നീട്ടിയിരുന്നു. ആ മുള എങ്ങനെ ഒഴുകിപ്പോകുന്നോ ആ രീതിയിൽ ഭഗവാൻ പെരിയാറ്റിലൂടെ സഞ്ചരിച്ച് അവരിൽ നിന്ന് മറഞ്ഞുപോയി. അപ്പോൾ ഇത് അന്നത്തെ കാലത്ത് നടന്ന ഗജേന്ദ്രമോക്ഷം. നമ്മൾ ഗജേന്ദ്രമോക്ഷം കേട്ടിട്ടേ ഉള്ളൂ. ഇത് ഗജേന്ദ്രൻ ഇങ്ങോട്ട് പൂജിച്ച് മേടിച്ച ഒരു മോക്ഷ സംഭവം. ഇത് ചട്ടമ്പിസ്വാമികൾ ഒരിക്കൽ പറഞ്ഞു എന്നാണ് പറഞ്ഞത്, എനിക്കതറിയില്ല. പറഞ്ഞത് ജടാപാടി എന്നൊരു തമിഴ്നാട്ടിലൊരു ഗുരുദേവനുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് സ്വായത്തമാക്കിയതാണ് ചൂണ്ടുവിരൽ മർമ്മം. അത് ഈ കളരിയിലും പറഞ്ഞു കൊടുക്കില്ല. കാരണം ചൂണ്ടുവിരൽ കൊണ്ട് നോക്കിയിട്ട് കഴിഞ്ഞാൽ അതവിടെ അനങ്ങാതെ നിൽക്കും. അതിൻ്റെ മറുതട്ടം അറിയാം. അതുകൊണ്ടാണ് ആന അവിടെ ഇദ്ദേഹത്തിനെ പൂജിക്കാനായിട്ട് വന്നത്. കാരണം എന്താണ്? ഇദ്ദേഹം ശിവാംശമാണ്, ശിവനാണ്. എല്ലാവർക്കും തമിഴ്നാട്ടിലും പടി അടക്കണം എന്ന് പറയും, ആഹാരം കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നതും ഇത് കണ്ടിട്ട് പറയുമ്പോൾ ആന എന്ന് പറയുമ്പോൾ ഗണപതിയുടെ രൂപമാണ്. അപ്പോൾ അച്ഛനും മകനും എന്നുള്ള നമുക്ക് വ്യക്താവ്യക്ത സ്വരൂപിണി നമാന്ന് ലളിതയിൽ പറയുന്ന ആ ഭാവമാണ് ചട്ടമ്പിസ്വാമിയുടെ ഈ ശിവലീലയിൽ നമ്മൾ കണ്ടത്. ശിവാംശമാണ് ചട്ടമ്പിസ്വാമികളെന്ന് തെളിയിച്ചിട്ടും നമുക്കൊരു സംശയം. അതുകൊണ്ട് ആ മഹാത്മാവിൻ്റെ പാദങ്ങളിൽ അനുഗ്രഹത്തിന് വേണ്ടി തല കുനിച്ചുകൊണ്ട് അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ.